നമ്മളെപ്പോഴും തയ്യാറാക്കാൻ നോക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണല്ലേ. എന്നാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉള്ളിയൊന്നും വഴറ്റാതെ കുക്കറിൽ നല്ലൊരു വെജിറ്റബിൾ കറി ഉണ്ടാക്കിയെടുക്കാം. ഇത് അപ്പം, ഇടിയപ്പം, പൊറോട്ട, ചപ്പാത്തി, പൂരി ഇതിൻ്റെ കൂടെയൊക്കെ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അതിനുവേണ്ടി 2 വലിയ സവാള നീളത്തിൽ അരിഞ്ഞെടുത്തതും ചെറിയൊരു കഷ്ണം ഇഞ്ചി, 6 അല്ലി വെളുത്തുള്ളി ഇപ്പോൾ ചതച്ചെടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ 3 എരിവുള്ള പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലിയ 2 ഉരുളക്കിഴങ്ങും ഒരു വലിയ ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ 1 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ് എടുത്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു പട്ട, അത് രണ്ടായിട്ട് മുറിച്ചെടുത്തതാണ്. 2 ഗ്രാമ്പു, 2 ഏലക്ക. ഏലക്കയുടെ തൊലിയൊന്ന് പൊട്ടിച്ചെടുത്തതാണ് കേട്ടോ. ഇവിടെ കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. കുക്കർ ചൂടായി വരുമ്പോഴത്തേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സ്പൈസസ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. തീ ഈ സമയം ഫുൾ കുറച്ച് വെക്കുക. അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് കുക്കറിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങും ക്യാരറ്റും അരിഞ്ഞത് അതും അങ്ങ് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഫ്രോസൺ ഗ്രീൻ പീസും കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1.5 ഗ്ലാസ് വെള്ളം ഇത്രയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് ഇളക്കി കുക്കർ അടച്ച് വെച്ച് 4-5 വിസിൽ വരുത്തിച്ചെടുക്കുക. ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ല രീതിയിലൊന്ന് വെന്ത് കിട്ടണം. ഇവിടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളം കുറേയൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയത്ത് തീ ഓണാക്കിയിട്ടുണ്ട്. കുറച്ച് ഉരുളക്കിഴങ്ങ് നമുക്ക് കുക്കറിൻ്റെ സൈഡിലോട്ട് വെച്ച് ഒന്ന് ഉടച്ച് കൊടുക്കാമേ. ഉടച്ച് കൊടുക്കുന്ന വീഡിയോ ഇതിൽ കിട്ടിയിട്ടില്ല കേട്ടോ. കുറേ ഉരുളക്കിഴങ്ങ് ഉടച്ച് കൊടുക്കുമ്പോഴത്തേക്ക് കറി അങ്ങ് കുറുകുകയും ചെയ്യും, പ്രത്യേക ഒരു ടേസ്റ്റും ആയിരിക്കും. ഇതിലോട്ട് 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലയോട് ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇളക്കി ഇതിനെ അങ്ങ് മിക്സ് ചെയ്യുക. മല്ലിപ്പൊടിയുടെയൊക്കെ പച്ച സ്മെല്ല് മാറുന്ന വരെ നല്ലതായിട്ട് ഇതിനൊന്ന് തിളപ്പിച്ചെടുക്കണം. മല്ലിപ്പൊടിയൊക്കെ പച്ചയ്ക്ക് ഇതിലോട്ട് ഇട്ട് കൊടുത്താൽ തന്നെ ഒരു പച്ച ടേസ്റ്റ് ഒന്നും വരത്തില്ല കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ടുണ്ട് എന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ജസ്റ്റ് വറുത്തിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണേ. മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് 2-3 മിനിറ്റ് നല്ലതായിട്ട് ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ സമയം തീ ഫുൾ കുറച്ച് വെക്കുക. അടുത്തത് നമ്മളിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു 1/4 ഗ്ലാസ് വെള്ളത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി കലക്കിയതാണ് കേട്ടോ. അതാണ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കുന്നത്. പാൽപ്പൊടി എന്ന് പറഞ്ഞാൽ മധുരമുള്ള പാൽപ്പൊടി കലക്കി ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കല് കറിക്ക് നല്ല മധുരമായിരിക്കുമേ. മധുരമില്ലാത്ത പാൽപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പാൽപ്പൊടി നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ തേങ്ങയുടെ 1/4 പാൽ ഒരു 1/2 ഗ്ലാസ് ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആവശ്യത്തിന് കറിവേപ്പിലയോ മല്ലിയിലയോ എന്തോ വെച്ചാൽ അതും കൂടെ നിങ്ങൾക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. പാൽ ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ കറി തിളച്ച് വരാൻ പാടില്ല. ചൂടെ വരുമ്പോൾ തീ ഓഫ് ചെയ്യാവുന്നതാണ്. ഈ ഒരു ലൂസിലാണ് കറി കിട്ടുന്നത്. തണുത്ത് കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകി വരും. ഇത് ഒത്തിരി ലൂസുള്ള കറിയല്ല, കുറച്ച് കുറുകിയിട്ടുള്ള കറിയാണ്. ഇപ്പോൾ തണുത്ത് വന്നപ്പോൾ കണ്ടില്ലേ, കറി നല്ലതായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തി, അപ്പം, പൊറോട്ട, കുബൂസ്, പൂരി, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമല്ലേ. നിങ്ങൾക്കിത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയോട്ട് ഫ്രണ്ട്സിലോട്ടൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.